ഹസ്തിനപുരം വധൂവരന്മാരെ ഏറെ ആഹ്ലാദത്തോടെയാണ് വരവേറ്റത്. രാജവീഥികൾ മാത്രമല്ല, ഇടനാഴികൾ പോലും കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കൃതമായിരുന്നു. സുയോധനപത്നിയെ ഒരു നോക്ക് കാണാൻ പ്രജകൾ വഴിയോരങ്ങളിൽ കാത്തുനിന്നു. വധൂവരന്മാരെയും കൊണ്ട് രഥം കൊട്ടാരമുറ്റത്ത് പ്രവേശിക്കുമ്പോൾ ഏവരും പൂമുഖത്ത് സന്നിഹിതരായിരുന്നു. തേരിൽ നിന്നും ഇറങ്ങിയ ഉടൻ തന്നെ സുയോധനൻ പിതാമഹനായ ഭീഷ്മരെ നമസ്കരിച്ചു. പിന്നെ അച്ഛനെയും അമ്മയെയും വന്ദിച്ചു. വിതുരർ, ശല്യർ, ദ്രോണർ തുടങ്ങി എല്ലാവർക്കും അർഘ്യങ്ങൾ നൽകി യഥാവിധി പ്രണമിച്ചു. ഭാനുമതിയും കർമ്മങ്ങളിൽ സുയോധനെ പിന്തുടർന്നു. ഉപചാരങ്ങൾക്ക് ശേഷം അവർ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ദുശാസനൻ വന്ന് അവരെ കാൽത്തൊട്ട് വന്ദിച്ചുകൊണ്ട് എതിരേറ്റു. തുടർന്ന് മറ്റു സഹോദരങ്ങളും അപ്രകാരം തന്നെ ചെയ്തു. ദുശ്ശള നമസ്കരിച്ചപ്പോൾ ഭാനുമതി അവളെ അമ്മ മകളെ എന്ന പോലെ പുണർന്ന് നെറ്റിയിൽ മുത്തമിട്ടു. ആ കാഴ്ച സുയോധനെ ഏറെ സന്തോഷിപ്പിച്ചു. പിന്നെ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ അയാൾ ഭാനുമതിയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. വൈകുന്നേരമായപ്പോഴേക്കും കാശിരാജ്യത്തു നിന്നും രാജാവ് പത്നിയോടും പരിവാരങ്ങളോടും കൂടി ഹസ്തിനപുരത്ത് വിരുന്നു വന്നു. അവരെ രാജോചിതമായി തന്നെ കൊട്ടാരം സ്വീകരിച്ചു. കുശലങ്ങൾക്കും വിഭവസമൃദ്ധമായ വിരുന്നിനും ശേഷമുള്ള വിശ്രമവേളയിൽ ഭീഷ്മർ കാശി രാജാവിനോട് പറഞ്ഞു, അങ്ങയുടെ മകളെ ഹസ്തിനപുരത്തിന്റെ പുത്രിയായി ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. കാശി രാജാവ് പറഞ്ഞു, ഞങ്ങളും അതിൽ സന്തോഷിക്കുന്നു. ഈ ബന്ധം ചെറുതല്ല. അപ്പോൾ വിതുരർ രാജാവിനോട് ചോദിച്ചു, കുശാഗ്രബുദ്ധി എന്നറിയപ്പെടുന്ന ദുര്യോധനെ അങ്ങ് മകൾക്കായി തിരഞ്ഞെടുത്തത് എന്താണ്? രാജാവ് പുഞ്ചിരിയോടെ പറഞ്ഞു, അതൊക്കെ പ്രചാരണങ്ങൾ മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രാജ്യഭരണം അത്ര സുഗമമല്ല. അപ്പോൾ ഇത്തരം പ്രചാരണങ്ങൾ സ്വാഭാവികം. എന്നാൽ സുയോധനൻ അതെല്ലാം മറികടക്കുവാനുള്ള ശേഷിയുള്ള രാജാവാണ്. സഹോദര സ്നേഹവും ബന്ധുത്വകാംക്ഷയും ഇത്രത്തോളം എന്നിൽ പോലുമില്ല. അങ്ങയേക്കാൾ കൂറുള്ളവനായി ഞാൻ ഇവനെ കാണുന്നു. കാശിരാജന്റെ പരാമർശങ്ങൾ വിതുരരെ അസ്വസ്ഥമാക്കി. വികാരനിർഭരമായാണ് രാജാവും പരിവാരങ്ങളും മകളോട് യാത്ര പറഞ്ഞിറങ്ങിയത്. മകളെ ചേർത്തണച്ചു സുയോധന്റെ കരം കൂട്ടിപ്പിടിച്ചുകൊണ്ട് രാജാവ് ഏവരും കേൾക്കെ പറഞ്ഞു, വളരെ സംതൃപ്തിയോടെയാണ് ഇവളെ നിന്നെ ഏൽപ്പിക്കുന്നത്. ഏത് കൊടുങ്കാറ്റിലും അണയാത്ത ദീപമായിരിക്കും ഇവൾ. നീയും അതുപോലെ തന്നെ ആയിരിക്കണം ഇവൾക്ക്. അപ്പോൾ കർണൻ മെല്ലെ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങേക്ക് ആശങ്ക വേണ്ട. ഉറ്റവർക്കായി എന്തും ത്യജിക്കുന്ന ഇവനെ വിശ്വസിക്കാം. രാജാവ് അത് കേട്ട് പുഞ്ചിരിച്ചു. പിന്നെ ഒരിക്കൽ കൂടി എല്ലാവരോടുമായി യാത്ര പറഞ്ഞുകൊണ്ട് തേരിൽ കയറി. കൊട്ടാരവാതിൽക്കൽ വരെ ഏവരും അവരെ അനുഗമിച്ചു. ദീപങ്ങളെല്ലാം തെളിയിച്ചുകൊണ്ട് രാത്രി വിഴി തുറന്നു. ഭക്ഷണാനന്തരം തന്റെ ശയ്യാഗ്രഹത്തിൽ സുയോധനൻ ഭാനുമതിയെയും കാത്തിരുന്നു. ഏറെ വൈകാതെ മുറിയുടെ വാതിലിനപ്പുറം മെയ്യാഭരണങ്ങളുടെ കിലുക്കവും നേർത്ത ചിരികളും അടക്കം പറച്ചിലുകളും ഉയർന്നു. നമ്മർ ശിരസ്കയായി ഭാനുമതി അകത്തേക്ക് പ്രവേശിച്ചു. അവൾക്ക് പുറകിലെത്തിയ ദാസി ഫലമൂലാദികളുടെ ഒരു തളിക അകത്തു കൊണ്ടുവന്നു വെച്ച് സുഗന്ധധൂപം വീശി പിൻവാങ്ങി. ഭാനുമതി ലജ്ജിതയായി വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. സുയോധനൻ പതിയെ എഴുന്നേറ്റ് ചെന്ന് മുറിയുടെ കതകുകൾ ചേർത്തടച്ചു കുറ്റിയിട്ടു. അനന്തരം അവളെ കൈപിടിച്ച് ശയ്യയിലിരുത്തി. ഒരു വെള്ളരിപ്രാവിനെ പോലെ ശിരോവസ്ത്രം തിരിപ്പിടിച്ച് അവളിരുന്നു. സുയോധനൻ അത് പിടിച്ച് താഴേക്ക് ഉയർത്തിയിട്ടു. ദീപനാളങ്ങൾ പോലെ തിളങ്ങുന്ന കണ്ണുകൾ അയാൾക്ക് നേരെ ഉയർത്തിക്കൊണ്ട് അവൾ നാളത്തോടെ പുഞ്ചിരിച്ചു. സുയോധനൻ അവൾക്കരികിലേക്ക് കുറച്ചുകൂടി ചേർന്നിരുന്നു. അപ്പോൾ ലജ്ജയാൽ കുനിഞ്ഞുപോയ അവളുടെ മുഖം ഇരു കൈകളിലും എടുത്ത് പതിയെ തന്റെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളിൽ ചേർത്തു. ആ സമയം അവളുടെ താമരപ്പൂവിരലുകൾ അയാളുടെ പിൻകഴുത്തിൽ മുറുകെ ചേർന്നു. അവളെ അയാൾ മെത്തയിലേക്ക് ചായ്ച്ച് ഉടലിൽ പുളകം മൂത്തു. വിഴി പാതി അടച്ച് അവളങ്ങനെ കിടക്കുമ്പോൾ ദീപപ്രഭയിൽ ജ്വലിക്കുന്ന അവളുടെ ഉടൽ ചന്തം അയാൾ ആസ്വദിച്ചു. ഉയർന്നു പൊങ്ങുന്ന മാറിടം അയാളെ അധോന്മത്തനാക്കി. അവളുടെ തിളങ്ങുന്ന ഉടയാടെ ചേർത്ത് പിടിപ്പിച്ചിരിക്കുന്ന സുവർണ ചരടുകൾ അയാൾ മെല്ലെ വേർപെടുത്താൻ